കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണ സമയത്ത് നരബലി നടന്നു. കോരി എന്ന് പറയുന്ന ഒരു പറയച്ചക്കനെയാണ് ബലി കൊടുത്തത്. അതൊരു ഞായറാഴ്ചയാണ്. കോരി ഒന്നാമത്തെ പില്ലറിൽ ഇറങ്ങിയതും ഈ കോരിയെ അവിടെ വെച്ച് മരത്തിന്റെ പലക വെച്ച് അടയ്ക്കുന്ന സമയത്ത് താഴെ രക്തവും അതുപോലെ തന്നെ പൂക്കളും മറ്റു അവശിഷ്ടങ്ങളും ഇതെല്ലാം കാണുകയുണ്ടായി എന്ന് പറങ്ങോട് എന്നോട് പറയുണ്ടായി. പാലും പാലും നല്ല നടപ്പാലും അച്ഛന്റെ കൈയും പിടിച്ച് നടന്നൊരു വീരം. ഈ നാടൻ പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ലേ? കേവലം ഒരു നാടൻ പാട്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് പണ്ട് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു ദുരാചാരത്തെ കുറിച്ചുള്ള കഥ കൂടിയാണ് ഈ പാട്ട് പറഞ്ഞു വയ്ക്കുന്നത്. കരുനിർത്തൽ എന്നായിരുന്നു അത്രേ ആ ആചാരത്തിന്റെ പേര്. പാലത്തിന്റെയും മറ്റും പണി നടക്കുന്ന സമയത്ത് അതിന്റെ തൂണ് ഉറക്കാതെ വരുന്ന സമയത്ത് അതിനകത്ത് മനുഷ്യനെ ജീവനോടെ ബലി നൽകിയിരുന്ന ഒരു ദുരാചാരം, അതിനെയാണ് കരുനിർത്തൽ എന്ന് പറയുക. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഞാൻ നിൽക്കുന്നത് കുറ്റിപ്പുറത്ത് നിലാനദിയുടെ തീരത്താണ്. എൻ്റെ ഈ പിറകിൽ പ്രേക്ഷകർ കാണുന്നത് പഴയ കുറ്റിപ്പുറം പാലമാണ്. ഈ പാലത്തിന് അത്തരത്തിൽ ഒരു നരബലിയുടെ ചോര മണക്കുന്ന കഥ പറയാനുണ്ട്. ഈ നാട് മുഴുവൻ കേട്ട് പലരും കെട്ടുകഥ മാത്രമാണ് എന്ന് കരുതിയിരുന്ന ഒരു കഥ. കുറ്റിപ്പുറം പാലത്തിന്റെ തൂണുകൾ ഉറക്കുന്നതിന് വേണ്ടി കോരി എന്ന 35 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു യുവാവിനെ ബലി നൽകിയതിന്റെ കഥ. ആ കഥ സത്യമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മാധ്യമപ്രവർത്തകനായ തിരൂർ ദിനേശ് ആയിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഈ ചരിത്രത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതിനെ കുറിച്ച് തിരൂർ ദിനേശിന്റെ തന്നെ വാക്കുകൾ. 'കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണ കാലത്ത് നരബലി നടന്നു എന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ കുറ്റിപ്പുറത്തുള്ളവർ തന്നെ, തിരൂരുള്ളവർ തന്നെ, എല്ലാവരും കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണ സമയത്ത് നരബലി നടന്നു എന്ന ഒരു വാമൊഴി ആയിട്ടുള്ള ഒരു പ്രചരണം വ്യാപകമായിരുന്നു. ഈ പാലത്തിന് മാത്രമല്ല, പല പാലങ്ങൾക്കും അങ്ങനെ ആ കാലഘട്ടത്തിൽ പാലം നിർമ്മിക്കുന്ന സമയത്ത് പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഉറപ്പിന് വേണ്ടിയിട്ട് നരബലി നടത്താറുണ്ട് എന്ന് കുട്ടിക്കാലത്ത് ജനങ്ങളെ ഭയപ്പെടുത്താൻ, കുട്ടികളെ ഭയപ്പെടുത്താനാണെങ്കിൽ പോലും ആ രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് 2002 കാലഘട്ടത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുകയാണ്. ഞാനൊരു വക്കീൽ ഗുമസ്തൻ കൂടി ആയിരുന്നു. ഈ സമയത്ത് കുറ്റിപ്പുറം ഭാഗത്തൊക്കെ ധാരാളം കക്ഷികളുണ്ട്. അപ്പോൾ പുകയുണ്ടെങ്കിൽ തീയുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രചരണം ഏറെ കാലമായി നിൽക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും പരമാർത്ഥമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. ആയിരത്തി 1949 മെയ് മാസം 8-ാം തീയതി മദ്രാസി സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന M. ഭക്തവത്സലനാണ് കുറ്റിപ്പുറം പാലത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് നിർമ്മാണം തുടങ്ങിയത്. പിന്നാലെ മറ്റൊരു പ്രശ്നം തുടങ്ങി. സ്പാൻ സ്ഥാപിക്കുന്നതിനായിട്ടെടുത്ത കുഴി തുടർച്ചയായിട്ട് ഇടിഞ്ഞു വിടാൻ ആരംഭിച്ചു. ഇതിന് പരിഹാരമായി നരബലി നടത്തണമെന്ന് വിധിക്കുകയുണ്ടായി. ഒടുവിൽ പറയ സമുദായത്തിൽപ്പെട്ട 35 വയസ്സുകാരനായ കോരിയുടെ ജീവിതം പാലത്തിനു വേണ്ടി ബലിയായി. ഇതിന്റെ സാക്ഷിയായിരുന്നു പറങ്ങോടൻ എന്ന ആശാരി. കുറ്റിപ്പുറം പാലത്തിൽ തൂണുറപ്പിക്കാൻ നരബലി നടത്തിയതിന്റെ രഹസ്യം പേറി നെഞ്ചകം നീറി ജീവിച്ച എരഞ്ഞിക്കൽ പറങ്ങോടൻ ആശാരി 2009 നവംബർ മാസത്തിലാണ് അന്തരിക്കുന്നത്. എരഞ്ഞിക്കൽ പറങ്ങോടൻ ഒരാശാരിയാണ്. ഈ ഭാരതപ്പുഴയുടെ കിഴക്ക് ഭാഗത്ത് തൊട്ട് വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിന്റെ റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പറങ്ങോടൻ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അങ്ങനെ പറങ്ങോടൻ കുറ്റിപ്പുറത്താണല്ലോ. അപ്പൊ പറങ്ങോടൻ ഒരു ദിവസം ഓഫീസിൽ വന്നപ്പോൾ പറങ്ങോടനോട് ചോദിച്ചു,
പറങ്ങോടട്ട ഈ കുറ്റിപ്പുറം പാലം നിർമ്മിക്കുന്ന സമയത്ത് ആരെയെങ്കിലും ബലി കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇദ്ദേഹം എന്നെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കരയുകയാണ് ചെയ്തത്. ഇപ്പൊ എന്തിനാണ് അതൊക്കെ ചോദിച്ചറിയണത്? അതൊക്കെ കഴിഞ്ഞ കാലം. അപ്പൊ എനിക്ക് സംശയം, എന്താ ഇദ്ദേഹം കരയാൻ കാരണം? ഇദ്ദേഹം കേസിന്റെ കാര്യത്തിന് വന്നതാ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തോട് കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതിന് സാക്ഷിയായിരുന്നു, അതിന് അനുഭവസ്ഥനായിരുന്നു അദ്ദേഹം എന്നാണ്. അങ്ങനെ അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടെ ആ മനസ്സ് തുറക്കുകയാണ്. ആരോടൊക്കെയോ എത്രയോ കാലം പറയാൻ മടിച്ചു വെച്ചിരുന്നത് ഒരു ചിപ്പിലെ അടപ്പ് പൊട്ടിത്തുറന്നത് പോലെ അദ്ദേഹം ആ കഥ പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് അറിയുന്ന ആ ചരിത്രം ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ്, കോരി എന്ന് പറയുന്ന ഒരു പറയ സമുദായക്കാരനെ, ഒരു പറയച്ചക്കനെ, അങ്ങനെയാണ് അവർ, കോരി എന്ന് പറയുന്ന ഒരു പറയച്ചക്കനെയാണ് ബലി കൊടുത്തത്. അതൊരു ഞായറാഴ്ചയാണ്. അതിന് കാരണം പറഞ്ഞത്, ഇപ്പോൾ മല്ലൂർ ശിവക്ഷേത്രമുണ്ട്. ഭാരതപ്പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മല്ലൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തുടക്കത്തിലാണ് ഒന്നാമത്തെ കാല്. അവിടെ നിന്നാണ് കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത്. അങ്ങനെ ഈ സമയത്ത് പാലത്തിന് കുഴിയെടുക്കുമ്പോൾ, ഇന്നത്തെ മാതിരി അല്ലല്ലോ, പഴയ കാലത്ത് കുഴിയെടുക്കുക, പ്രത്യേകിച്ച് ഭാരതപ്പുഴയിൽ മണലുള്ള സ്ഥലമാണല്ലോ. അപ്പൊ ഈ പില്ലറിന് കുഴിയെടുക്കുമ്പോഴെല്ലാം ഈ മണൽ വന്ന് മൂടും. അപ്പൊ പില്ലറ് അവിടെ കുഴിക്കാൻ സാധിക്കാറില്ല. അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇതിന് ബലി കൊടുക്കണം എന്ന ഒരു അഭിപ്രായം അതീവ രഹസ്യമായി ഉണ്ടായി. അത് കുറ്റിപ്പുറത്തെ ഇക്ക എന്ന് പറയുന്ന ഒരാൾ, ഇക്ക ആരാണെന്ന് എനിക്കൊന്നും അറിയില്ല, അത് ഇക്ക എന്നാണ് എന്നോട് പറഞ്ഞത്. ഇക്കയാണ് ആ കാര്യം പറഞ്ഞത്, ബലി കൊടുക്കണം. അങ്ങനെ ആരെ ബലി കൊടുക്കണം എന്ന് നോക്കിയപ്പോൾ കോരിയെ ബലി കൊടുക്കണം. കോരി എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ്, 30-35 വയസ്സ് തോന്നിക്കും. അങ്ങനെ ഈ കോരിയെ ബലി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഒരു ഞായറാഴ്ച ഏതാണ്ട് 9 മണിയോട് സമയത്ത് ഈ കോരി ഭാരതപ്പുഴ കടന്ന് കുറ്റിപ്പുറം പാലത്തിന്റെ അടുത്തേക്ക്, കുറ്റിപ്പുറം അങ്ങാടിയിലേക്ക് വരുന്ന സമയത്ത് ഇക്ക ഈ ഇദ്ദേഹത്തെ കാണുകയും കോരിയെ കാണുകയും കോരിയോട്, ഒന്നാമത്തെ പില്ലറിന്റെ അവിടെ എൻ്റെ ഒരു മുറുക്കാമ്പൊതി വെച്ചിട്ടുണ്ട്, ആ മുറുക്കാമ്പൊതി എടുത്ത് വരണം എന്ന് കോരിയോട് പറയുകയാണ് അത്ര ഉണ്ടായത്. അപ്പോൾ കോരിയുടെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രനെ പിടിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതിന് ശ്രമിച്ചു നോക്കും. അത്രയും ഊർജ്ജസ്വലനായ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്ര കോരി. അങ്ങനെ കോരി ഒന്നാമത്തെ പില്ലറിൽ ഇറങ്ങിയതും ഈ കോരിയെ അവിടെ വെച്ച് ബലി കൊടുത്ത്, അങ്ങനെയാണ് പറങ്ങോടനെ വിളിക്കുന്നത്. പറങ്ങോടനെ വിളിച്ച് ഈ പില്ലറിന്റെ മീതെ മരം വെച്ച് അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ മരം വെച്ച് അടച്ചത് ഈ പറങ്ങോടനാണ്. പറങ്ങോടൻ അത് മരം വെച്ച് മരത്തിന്റെ പലക വെച്ച് അടയ്ക്കുന്ന സമയത്ത് താഴെ രക്തവും അതുപോലെ തന്നെ പൂക്കളും മറ്റു അവശിഷ്ടങ്ങളും ഇതെല്ലാം കാണുകയുണ്ടായി എന്ന് പറങ്ങോടൻ എന്നോട് പറയുണ്ടായി. അത് കഴിഞ്ഞ് 1 വർഷം വരെ കാത്തിരുന്നു. 1 വർഷം കഴിഞ്ഞിട്ട് ഇനി പാലത്തിന്റെ പണി തുടങ്ങേണ്ടതുള്ളൂ എന്ന് തീരുമാനിക്കുകയും പാലത്തിന്റെ പണി 1 വർഷത്തിന് ശേഷം തുടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ആ പാലത്തിന്റെ പണി തുടങ്ങി 6ാമത്തെ കാലെത്തിയപ്പോഴേക്കും പാലത്തിന് വീണ്ടും പ്രതിസന്ധി ഉണ്ടായി. 6ാമത്തെ കാല് ഇതേപോലെ പില്ലറിന് കുഴിച്ച സമയത്ത് അടിയിലൊരു വലിയ മരം കണ്ടു. മരത്തിന്റെ ഭാഗം പഴയ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭാരതപ്പുഴയുടെ 2 കരകളിലും നിബിഡ വനമായിരുന്നു എന്നാണ്. അപ്പൊ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പറങ്ങോടൻ അന്ന് എന്നോട് പറഞ്ഞത്. ഈ മരം വെട്ടിമാറ്റിയില്ല, അടിയിലെ ഈ മരം വെട്ടിമാറ്റിയില്ലെങ്കിൽ കുറ്റിപ്പുറം പാലം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നിർമ്മിക്കാൻ സാധിക്കില്ലായിരുന്നു. പാലത്തിന്റെ ദിശയോ അല്ലെങ്കിൽ സ്ഥാനം തന്നെ മാറ്റേണ്ടി വരുമായിരുന്നു എന്നാണ്. അങ്ങനെ അതിനുവേണ്ടി പ്രത്യേക താല്പര്യമെടുത്തുള്ള ആൾക്കാർ ഈ പറങ്ങോടനെ കണ്ട് അത് മാറ്റണമെന്ന് പറയുകയും പറങ്ങോടൻ എത്രയോ ദിവസം വെച്ച് ഇത് മാറ്റുകയും ചെയ്തു. തുടർന്ന് അവര് അദ്ദേഹത്തിന് വടക്ക് നോക്കി യന്ത്രമുള്ള ഒരു വാച്ച് സമ്മാനിച്ചു. ആ വാച്ച് അദ്ദേഹം എനിക്ക് കാണിച്ചു തരികയുണ്ടായി. പറങ്ങോടന്റെ കഥയിലെ പൊരുൾ തേടി തിരൂർ ദിനേശ് നടത്തിയ യാത്ര കോരിയുടെ കുടുംബത്തിന്റെ വീടിന് മുന്നിലാണ് ചെന്ന് അവസാനിക്കുന്നത്. കോരിയുടെ ബന്ധുക്കൾ പറഞ്ഞ കഥകളും പറങ്ങോടൻ പറഞ്ഞ കഥയും തമ്മിൽ ചേർന്നതോടുകൂടി താൻ കേട്ടത് വെറും കെട്ടുകഥ മാത്രമല്ല, അതിനു പിന്നിൽ ചോരമണക്കുന്ന സത്യം ഒളിച്ചിരിപ്പുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. അതോടെയാണ് അദ്ദേഹം ഈ വാർത്ത അന്ന് താൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിലടക്കം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്.
അങ്ങനെ ഈ പറയുന്ന പറയ സമുദായത്തിൽപ്പെട്ട മധുരശ്ശേരിയിലുള്ള ഇപ്പോൾ മല്ലൂർ ക്ഷേത്രത്തിന്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള ഒരു കുന്നിൻ പ്രദേശം, ആ പ്രദേശമാണ് ഈ മധുരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ മധുരശ്ശേരിയിലായിരുന്നു വീട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ മധുരശ്ശേരിയിലേക്ക് ഈ കോരിയുടെ വീട് തെരഞ്ഞു പോവുകയാണ്. വീട് കയറി ചെന്നത് തന്നെ കോരിയുടെ ഏട്ടൻ കുഞ്ഞാണ്ടയുടെ വീട്ടിലാണ്. അപ്പൊ കുഞ്ഞാണ്ടയുടെ മകനോ മറ്റോ ഉണ്ട്, അദ്ദേഹം സർക്കാർ ജോലിക്കാരനാണ്, പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കുഞ്ഞാണ്ടയുടെ ഭാര്യ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, പറങ്ങോടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അവരോട് പറഞ്ഞില്ല. ചോദിച്ച ചോദ്യം, ഇവിടെ നിന്നും ആരെങ്കിലും കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണത്തിന് പോയിട്ടുണ്ടോ? അപ്പോ അവര് പറഞ്ഞത് എന്താ വെച്ചാൽ പൈങ്ങ എന്നാണ് അവരുടെ പേര്. കുഞ്ഞാണ്ടയുടെ ഭാര്യയുടെ പേര് പൈങ്ങ എന്നാണ്. പൈങ്ങ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അനുജൻ കോരി ജോലിക്കൊന്നും പോയിട്ടില്ല. അന്ന് ഒരു ഞായറാഴ്ച അദ്ദേഹം മുടി വെട്ടാൻ വേണ്ടി പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് കത്തൊക്കെ വന്നു, പിന്നെ അവിടെ കല്യാണം കഴിച്ച് കൂടി, ഇങ്ങോട്ട് വന്നില്ല. അത്രയും കാര്യങ്ങൾ അറിയാം. അങ്ങനെ കോരി എന്നൊരാളുടെ മിസ്സിങ്ങിനെ കുറിച്ച് പൈങ്ങയിൽ നിന്ന് വിവരം കിട്ടി. അപ്പൊ അതും പറങ്ങോടൻ പറഞ്ഞതും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചപ്പോൾ ആ കോരി ഈ കോരി തന്നെ ആയിരുന്നു. ആ കോരിക്ക് 35 വയസ്സായിരുന്നു പ്രായം. ഒരു ഞായറാഴ്ച രാവിലെ 8:30 മണിയോടുകൂടിയാണ് കുറ്റിപ്പുറത്തേക്ക് പോയത്. പറങ്ങോടൻ പറഞ്ഞത് ഏതാണ്ട് 9 മണിക്കാണ് ഈ നരബലി നടന്നതെന്നാണ്. അപ്പോൾ ഒരു അരമണിക്കൂറിനിടയിലാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ പൈക പറഞ്ഞത് മകനെ കാണാനില്ല, നെഞ്ചത്തടിച്ച് കരഞ്ഞ് കൊണ്ട് ഇതിൻ്റെ ഇക്കായും അതുമായി ബന്ധപ്പെട്ട ഇവരൊക്കെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു അവൻ കോയമ്പത്തൂരിലേക്ക്, വളരെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു, കോയമ്പത്തൂരിലേക്ക് വരും. എങ്ങനെയാ പറഞ്ഞത്? പറങ്ങോടനെ അങ്ങനെയാ പറഞ്ഞത്. കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടാവും, ജോലിയൊക്കെ കിട്ടിയിട്ട് കത്തൊക്കെ അയക്കും. പറഞ്ഞ പ്രകാരം തന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് വന്നു, ഇൻലൻഡ് വന്നു. അതിൽ ജോലി കിട്ടിയ കാര്യം പറഞ്ഞു, വീട്ടുകാർ സന്തോഷിച്ചു. കുറെ കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കത്ത് വരുമെന്നാണ് പറയുന്നത്. എന്നാൽ കോരിക്ക് കത്ത് എഴുതാൻ അറിയുമായിരുന്നില്ല. കോയമ്പത്തൂരിൽ നിന്ന് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കത്ത് വന്നിരുന്നത്. അപ്പൊ ആ കത്ത് എവിടെയായിരിക്കും? കത്ത് കുറ്റിപ്പുറത്ത് തന്നെ എഴുതി, കുറ്റിപ്പുറത്ത് തന്നെ പോസ്റ്റ് ചെയ്ത് അത് ഈ വീട്ടിലേക്ക് അയച്ചതായിരിക്കാനാണ് സാധ്യത. കാരണം കോയമ്പത്തൂരിലെ ആളുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ജോലിക്കാരായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അതിനുശേഷം വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന് അവര് ആ അധ്യായം അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. പിന്നെ അത് ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിൽ, മംഗളം പത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പിൽ 2 ലക്കങ്ങളായി പ്രസിദ്ധീകരിച്ചു. അത് കണ്ടിട്ട് അതിന് ശേഷം നെല്ലിക്കുത്ത് ഹനീഫ കേരള ശബ്ദം കവർ സ്റ്റോറി ആയിട്ട് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എന്തോ ഒരു അന്വേഷണമൊക്കെ വന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇതോടുകൂടി പറങ്ങോടൻ മാനസികമായി ആകെ പകർന്നുപോയി. പിന്നീട് 2009 പറങ്ങോടൻ മരിക്കുകയാണ്. ഇവിടെ ഈ കുറ്റിപ്പുറത്ത് ഈ മല്ലൂർ കടവിന്റെ ഇവിടെ വന്ന് ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണം കാണുന്ന സമയത്ത്, ഈ നിർമ്മാണം പൂർത്തിയായത് കാണുന്ന സമയത്ത് അറിയാതെ പറങ്ങോടൻ പറഞ്ഞ വാക്കുകളും ആ കോരിയുടെ നിസ്സഹായാവസ്ഥയും അറിയാതെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരികയാണ്. കൺമുന്നിൽ കണ്ട സത്യം ആരോടും പറയാനാകാതെ പതിറ്റാണ്ടുകളോളം നീറി ജീവിച്ച പറങ്ങോടൻ 2009 മരണപ്പെടുന്നത്. 1953 ഉദ്ഘാടനം കഴിഞ്ഞ് വാഹനങ്ങൾക്ക് തുറന്നുകൊടുത്ത കുറ്റിപ്പുറം പാലം 70 ആണ്ടുകൾക്ക് ഇപ്പുറം ഇപ്പോഴും ഭാരതപ്പുഴയ്ക്ക് കുറുകെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കുറ്റിപ്പുറം പാലത്തിന് മുകളിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നത്. എന്നാൽ ആ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കാർക്കും കോരിയെ അറിയില്ല. കുറ്റിപ്പുറം പാലം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ നഷ്ടമായ കോരി എന്ന 2 അക്ഷര പേരുകാരൻ. നമ്മുടെ ചരിത്രം പലപ്പോഴും അങ്ങനെയാണ്. ചിലരെയെല്ലാം മനഃപൂർവ്വം മറന്നു കളയാറുണ്ട്. അങ്ങനെ ചരിത്രം മറന്നു കളഞ്ഞവരുടെ കൂട്ടത്തിൽ കോരി എന്ന 2 അക്ഷര പേരുകാരനും അവശേഷിക്കുന്നുണ്ടാവും. കുറ്റിപ്പുറത്ത് നിന്ന് ക്യാമറമാൻ നിർമ്മൽ ഗിരിയോടൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളം.